നിതീഷ് കുമാറിനെ NDAയിലേക്ക് തിരിച്ചെത്തിച്ചത് ബീഹാറിലെ ഇപ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് BJP കരുതിയത്. നിതീഷിനെ മറുകണ്ഠം ചാടിക്കാനുള്ള BJPയുടെ തീരുമാനത്തിന് യഥാർത്ഥ കാരണം ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് കണ്ടതാണ്. അതുതന്നെയാണ് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവുമായുള്ള സഖ്യമുണ്ടാക്കാനുള്ള കാരണവും. എന്നാൽ നിതീഷിന്റെ വഞ്ചനയും അത് തുറന്നു കാട്ടിയുള്ള തേജസ്വി യാദവിന്റെ പ്രചരണങ്ങളും ജനങ്ങളിൽ വലിയ അവബോധം ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സർവേ ഫലം കാണിക്കുന്നത്. കഴിഞ്ഞ തവണ ബീഹാറിൽ 40-ൽ 39 സീറ്റുകളും നേടിയ NDAക്ക് ഇക്കുറി കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ഈ സർവേ പറയുന്നത്. 2019 ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ച ഒരേ ഒരു സീറ്റാണ് പ്രതിപക്ഷത്തിന് ബീഹാറിൽ ലഭിച്ചത്. അങ്ങനെ NDAക്കുള്ള മൊത്തം സീറ്റുകളുടെ ഇന്നത്തെ എണ്ണത്തിൽ കാര്യമായ സംഭാവന നൽകിയ സംസ്ഥാനമായിരുന്നു ബീഹാർ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലോക് പോളിന്റെ ഫൈനൽ സർവേ പ്രകാരം NDAക്ക് 24 മുതൽ 25 സീറ്റുകൾ വരെ, ഇന്ത്യ മുന്നണിക്ക് 15 മുതൽ 16 വരെ. ഇന്ത്യ മുന്നണിയുടെ 15 മുതൽ 16 വരെ സീറ്റിൽ കോൺഗ്രസിന് മാത്രമായി 4 മുതൽ 5 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇവരുടെ സർവേ പറയുന്നത്. അതായത് ഇന്ത്യ മുന്നണിയുടെ സീറ്റുകളുടെ എണ്ണത്തിൽ 16 ഇരട്ടി വരെ വർധനവുണ്ടാകും. അതുപോലെ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ 5 ഇരട്ടി വരെ വർധനവുണ്ടാകുമെന്ന്. ഇതനുസരിച്ച് NDAക്ക് 14 മുതൽ 16 സീറ്റുകൾ വരെ ബീഹാറിൽ നഷ്ടമാകും എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്രാവശ്യം 400 പോയിട്ട് കേവല ഭൂരിപക്ഷം കടക്കാനുള്ള BJPയുടെ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാവും. ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഇലക്ഷൻ അടുക്കും തോറും ഈ 15 മുതൽ 16 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളത് 20 സീറ്റുകൾ വരെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തേജസ്വി യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പ് റാലികൾക്ക് വലിയ സ്വീകാര്യതയാണ് ബീഹാറിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അധികാരത്തിലിരുന്നപ്പോൾ നടത്തിയ എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും തേജസ്വി യാദവിന്റെ ഐഡിയ ആണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തേജസ്വി യാദവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും NDAക്ക് കനത്ത വെല്ലുവിളിയാകും. BJPക്ക് കനത്ത തിരിച്ചടി പ്രവചിച്ചുകൊണ്ടുള്ള ബീഹാറിലെ ലോക് പോളിന്റെ സർവേ ഫലത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു?